പാരമ്പര്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്ക്. വിശ്വവിഖ്യാത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ 1510 ഈ പള്ളി സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യം ദർസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഇവിടെയാണ്. 5 നൂറ്റാണ്ട് മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ നേതൃത്വത്തിൽ ഒറ്റ വലിയ മരം കൊണ്ട് നിർമ്മിച്ചതാണ് 3 നിലകളുള്ള ഈ പള്ളി. അകത്തെ പള്ളിയിൽ നിന്ന് ദൈർഘ്യമുള്ള കൂണി കയറിയാൽ വിശാലമായ 1-ാം നില, പൂർണ്ണമായി പുറത്തേക്ക് തള്ളിയ പൂമുഖ മാളികക്കൂട്, തുടർന്ന് 2-ാം നിലയും അരത്തട്ടും. ഈജിപ്തിലെയും മക്കയിലെയും പഠനം കഴിഞ്ഞ് പൊന്നാനിയിൽ തിരിച്ചെത്തിയ സൈനുദ്ദീൻ മഖ്ദൂം തുടക്കം കുറിച്ചതാണ് കേരളത്തിലെ ദർസി സമ്പ്രദായം. 19-ാം നൂറ്റാണ്ടിൽ 400-ലധികം വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് അറിവ് നുകരാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോക പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി പതിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വൃത്താകൃതിയിലുള്ള കല്ലുണ്ട്. ഇതിനു ചുറ്റുമിരുന്ന് മഖ്ദൂമിയൻ സിലബസ് അനുസരിച്ച് ഓതിപ്പടിച്ച പണ്ഡിതരാണ് കേരളത്തിലാകെ ദർസ് സമ്പ്രദായം വ്യാപിപ്പിച്ചത്. ഈ അടുത്ത കാലത്താണ് പിന്നെ ഈ അറബി കോളേജൊക്കെ വന്നത്. അതുവരെ ഈ പള്ളിയിൽ പഠിച്ച് ഇവിടെ ദർസ് നടത്തി പാരമ്പര്യമുണ്ട് ഒരു പള്ളിയാണ്. പൊന്നാനി മഖ്ദൂം ഒന്നാമൻ തുടക്കം കുറിച്ച ഈ വിജ്ഞാന സഭയ്ക്ക് ഇന്നും മുടക്കം കൂടാതെ ഈ നാട്ടുകാർ സംരക്ഷണം നൽകുന്നു. ചിത്തുവട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.